പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ ഞങ്ങൾ 3 പേരുടെ പള്ളിയിലൊക്കെ പോയി. പള്ളിയിൽ പോയിട്ട് നേരെ കുഞ്ഞോൻ്റെയും ജാനിക്കുട്ടിയുടെ അടുത്ത് വന്നു. അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ മോനുകുട്ടന് സൺഡേ സ്കൂളില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നേർച്ച വിളമ്പുണ്ടായിരുന്നു, തിരുമേനിയുടെ ഓർമ്മയായിരുന്നു. അപ്പം നെയ്യപ്പം കിട്ടി. നെയ്യപ്പമൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ മാമി ഉപ്പുമാവ് തന്നേ, ഉപ്പുമാവും കദളിപ്പഴവും. പിന്നെ ചായയും കുടിച്ചു. അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അന്നേരം അങ്ങോട്ട് വന്നു. അമ്മ കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വട്ടം കൂടിയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് ഞങ്ങളെക്കാട്ടി മുന്നിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും നേരെ വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്തെന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നേ, അതൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും ഇങ്ങ് വീട്ടിലോട്ട് പോരുന്നു. വൈകിട്ട് പറ്റുമെങ്കിൽ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ പോരുന്നത്. കുറച്ച് നേരം റീലൊക്കെ എടുത്ത് കേട്ടോ. എന്നിട്ട് ചോറിനാൻ പോവാം, മീൻ ഇറക്കുവാണേ. പിന്നെ ജാനിക്കുട്ടിയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നിട്ടിഞ്ഞ് പോരുന്നു. കാരണം ഇവിടെ കുറച്ച് പണികളുണ്ട്. അത് ഇന്ന് സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങ് പോരുന്നു. ചോറ് ചൂടാക്കാനും വെച്ചു, മീൻ മറക്കാൻ വെച്ചു, മോര് കറിയും തീയലും ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു, ജോലിപ്പാടൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താണ് വിശേഷം? നല്ല ചൂടുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വെളിയിലിറങ്ങിയിരുന്ന നല്ല കാറ്റുണ്ട്. പക്ഷേ വീടിനകത്തിരിക്കുമ്പോൾ നല്ല ചൂടാട്ടോ. പിന്നെ മുറ്റമൊക്കെ കരിയില വീണ് മൂടി കിടക്കും. ഞാൻ കാണിക്കാം. കരിയില മൂടി കിടക്കുകയാണ്. വെയിൽ താണിട്ട് ഇവരോട് പറയാ മുറ്റം ഒന്ന് തൂക്കാൻ എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. കൊച്ചു മുറ്റം ആയതുകൊണ്ട്. പിന്നെ അതെന്താണെന്നറിയാം, ഈ മഹാഗണിയുടെ കേട്ടോ. ഈ മഹാഗണി ഇതാണ്ട് ഇലയെല്ലാം പൊഴിച്ച് നമുക്ക് പണി തരുമോ കണ്ടോ. അയ്യോ കണ്ടോ, ഇവനാണ് നമ്മുടെ കക്ഷി കേട്ടോ. ഇതിൻ്റെ ഇലയായി കിടക്കുന്ന മുഴുവനും. ഇന്ന് തുണി കഴുകൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ കുറേ തുണികളുണ്ടായിരുന്നു, എല്ലാം കഴുകിയിട്ടെ. അതുകൊണ്ട് ഇന്ന് കഴുകിയില്ല. പക്ഷേ ഇതെല്ലാം ഉണങ്ങി, ഒരുമാതിരി എല്ലാം ഉണങ്ങി കേട്ടോ. ഇവിടെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം ഇന്ന് ഇതൊരു ജോലിയാണ്. പിന്നെ നമ്മുടെ ഈ ഏരിയ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാം. പറഞ്ഞത് നമ്മളിവിടാണ് തുണികളെല്ലാം ഉണക്കാനിടുന്നത്. ഇവിടെ കുറച്ച് ആക്രി സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് നമ്മുടെ ഒരു ട്രെഡ്മിൽ ഇരിപ്പുണ്ട്. അത് ഇവിടോട്ടൊന്ന് ആക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അവിടെ അത് സ്ഥല സൗകര്യം ഇല്ലാത്തടത്ത് ഇരിക്കുന്നത് കൊണ്ട് ആ പേരും പറഞ്ഞ് അവരങ്ങനെ അത് ഉപയോഗിക്കുന്നില്ല കണ്ടോ. അപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ 2 പേരും രാവിലെ അതിലൊന്ന് പ്രയോഗിച്ചോളും എന്നൊരു വിശ്വാസത്തിൽ ചെയ്യുക കേട്ടോ. നമുക്ക് ചോറ് ഉച്ചക്കലത്തേക്കുള്ള ചോറയുള്ളേ. അത് കഴിച്ചിട്ടിട്ട് ചോറ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെക്കണം. കുടിക്കാനുള്ള വെള്ളമാക്കി വെക്കണം. വെള്ളവും കുറവാണ്. അത് രണ്ടും ഇന്ന് അടുക്കളയിൽ ജോലി കിടക്കുന്നത്. പിന്നെ നമ്മള് ആ പണികളൊക്കെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അത് നല്ല സ്പേസിൽ റെഡിയായി കിടക്കുവാണെന്നുണ്ടെ നമുക്ക് ചെയ്യാനൊരു ഇത് കാണില്ല. അപ്പൊ മോനുകുട്ടനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പൊ അതുകൊണ്ട് അതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഇനിയിപ്പോ സ്കൂൾ അടയ്ക്കുവാണ്. പിന്നെ വെറുതെ വീട്ടിലിരുന്ന് വെയിറ്റ് കൂടും. അല്ലെ 2 പേർക്കും വെയിറ്റ് കൂടുതലാട്ടോ. ഇന്ന് സൺഡേ സ്കൂൾ ഇല്ലായിരുന്നേ, അതുകൊണ്ട് മോനുകുട്ടനും ഞങ്ങളുടെ കൂടി ഇനി പോയിരുന്നു. ഇന്ന് അവിടെ തിരുമേനിയുടെ ഓർമ്മ ദിവസമായിരുന്നു. അതിന്റെ നേർച്ച വിളമ്പുണ്ടായിരുന്നു, നെയ്യപ്പമായിരുന്നു കേട്ടോ. അതാണ് കഴിച്ചത്. പിന്നെ മാമി കിടക്ക വന്ന് ഇറ്റ് ഉപ്പുമാവ് കഴിച്ചു. അപ്പൊ ഇപ്പൊ നല്ല വിശപ്പായി. അതുകൊണ്ട് നമ്മൾ ചോറുണ്ടട്ടെ. ചോറുണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ബാക്കി എന്തോന്ന് വിശേഷം അല്ലേ. വായോ വരാന്. അയ്യോ
ഇവിടുത്തെ കാരണവരുടെ ആജ്ഞയും ബഹളമൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലയോ? കാരണവരെ ചോറിനാൻ വിളിച്ചെൻ്റെ ആ ബഹളമാണ്. അയ്യോ, എന്തോ ഒരു മുഖഭാവം. എന്താണ് കാരണവർക്ക് ഇത്ര ശൗര്യം? മോരൊന്നും വേണ്ട മുത്തേ? തീയല് വേണ്ടേ? നമുക്ക് ചോറ് പിന്നെ മോരുകറി. ഇന്ന് ഞാൻ മോരുകറി കൂട്ടും. കുറച്ച് ദിവസം കൊണ്ട് മോരുകറി ഞാൻ നോട്ടം ഇട്ട് വെച്ചേക്കുവായിരുന്നു, കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് മോരുകറി കൂട്ടി ചോറിന്. ചൂട് ചോറാട്ടോ. അതുകൊണ്ട് മോരുകറി ഒഴിച്ചുണ്ണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് കഴിക്കാം. വായോ. നമുക്ക് എല്ലാവരും കുറേ പേര് പറഞ്ഞ് കട്ടിലയിലിരുന്ന് ഫുഡ് കഴിക്കണം. ഇത് നമ്മൾ കിടക്കുന്ന കട്ടിലല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടിലല്ല. ഞങ്ങൾ നേരത്തെ വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഒരു ടേബിളായിരുന്നേ. അതിൻ്റെ ഹൈറ്റ് കുറച്ച് നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നേ ഉള്ളൂ. കിടക്കത്തില്ല, നല്ല കിടക്കും. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് അങ്ങ് ചോറുണ്ണും കേട്ടോ. ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന കട്ടിലേലും ഒക്കെ ഇരുന്ന് കഴിക്കേണ്ടി വരും, ഡൈനിങ് ടേബിൾ ഇല്ലാത്തത് കൊണ്ട്. പിന്നെ മിക്കപ്പോഴും ഇവിടെ ഇരുന്നാ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്, സ്ഥലപരിമിതി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞതാണേ. രണ്ടുപേരും ഓമയ്ക്ക അടത്താൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ബഹളമായി കേൾക്കുന്നു. അമ്മ പറഞ്ഞ അവിടെ 2 ഓമയ്ക്ക പഴുത്ത് നിപ്പുണ്ട്, അത് അടർത്താൻ രണ്ടുപേരുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ പോയതിന്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്. ചോറുണ്ട് കഴിഞ്ഞിട്ടേ നമുക്ക് ഒരു ഓമയ്ക്ക കഴിച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. നോക്കട്ടെ പഴുത്തതാണോ അതോ ഇനി നാളെ എടുക്കാൻ പറ്റുള്ളൂ എന്നറിയത്തില്ല. നോക്കട്ടെ, കൊണ്ടുവരട്ടെ കേട്ടോ. ഇച്ചിരി ചോറല്ല അരി തിളപ്പിച്ച് വെക്കാം കേട്ടോ. അയ്യോ, കുക്കറിനകത്തേ ഇതാണ് നമ്മുടെ കുക്കറിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ റൈസ് കുക്കറിൻ്റെ കൂടെ കിട്ടിയ കലമല്ല കേട്ടോ. അത് ഇച്ചിരി വലിപ്പമാണ്. ഞാനത് മാറ്റിയിട്ട് ഇത് വാങ്ങിച്ചു. ഇതാകുമ്പോൾ നമ്മുടെ പരുവത്തിന് ഇതിൻ്റെ ചെറുതാണ് ഞാൻ നോക്കിയത്. കാരണം നമ്മൾ 1 ഗ്ലാസ് അരിയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അത് കൊച്ചു കലം മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ചെറുത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇത് മേടിച്ചോണ്ടിങ്ങി പോരുന്നു. ഊണ് കഴിഞ്ഞെല്ലാം വൃത്തിയാക്കി. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്, ബാക്കിയെല്ലാം എടുത്തു വെച്ചു. ഇനി ചോറ് തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളവും കൂടി വെക്കണം കേട്ടോ. അതേ ഉള്ളൂ നമ്മുടെ പണി ഇന്ന്. പാത്രം കുറച്ച് കഴുകാനുണ്ട്, അത് ഞാൻ കഴുകാൻ പോവാട്ടോ. 4 ഓമയ്ക്ക കൊണ്ടുവന്നു കേട്ടോ. 3 എണ്ണം നാളെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. ഒരെണ്ണം താഴെ വീണ് പൊട്ടി. അത് നമുക്കിപ്പോൾ കഴിക്കാം. വെള്ളം ഒഴിക്കണ്ട, പഴുത്തല്ലേ? കറുത്ത കളർ ആവൂലേ അമ്മ? വെള്ള കളർ ആവൂലേ? പൈത്തില്ല, കറുത്ത കളർ ആവൂൾ പൈക്കും. ആട് പോയി കൊതി പിടിച്ചത് കാളാൻ ചോരട. ഞാനല്ല, നീ കൊതി വിട്ടെന്നാ പറഞ്ഞു. കൊതി കിട്ടുള്ള കൈ ഞങ്ങ് പോവേ. ഇനി കൊതി വിടൂടെ താഴെ കുണ്ടി പോവും. താഴത്തുണ്ട്, താഴത്തെ തുണ്ട്. എടാ നമ്മുടെ ഓമയിൽ ഒരെണ്ണം പഴുത്ത് നിൽക്കുവാടാ. വിൽക്കാൻ വെച്ചേക്കുന്നു. ഓമയ്ക്ക കൊള്ളാല്ലേ? നമുക്ക് ചുമ്മാ കിട്ടുന്നുണ്ട് അതിനൊരു ഉച്ച. ശരിക്കും പഴുത്തില്ലല്ലയോ? അരിക്കട്ട പഴുത്തിന് അവിടെ നിൽക്കണുണ്ട് കേട്ടോ. അത് പഴുത്തതാ കേട്ടോ. അത് നല്ലതായിട്ട് പഴുത്തു. അത് നമുക്ക് അടക്കാം.
കിളി കുത്തിന് മുമ്പേ പൈപ്പ് എടുക്കണം കേട്ടോ. ആ ഭയങ്കര പാടാ, പിന്നെ കഴിയേണ്ടി വരും. ശരിയാ പറഞ്ഞേ, എനിക്ക് ജ്യൂസ് കുടിച്ചില്ല. അതും നല്ലതായിരിക്കും. മോനുകൂട്ടിന് ഇത്രയും പഴുത്തത് പോരാ. എനിക്ക് അതിന്റെ കൂടെ വായിച്ചു ഞാൻ കഴിക്കുക. തൊലിയുടെ കൂടെ അത് ഓമയ്ക്ക് അങ്ങ് വീട്ടിൽ കളയും. കാണിച്ച് ഇങ്ങോട്ടോ നിങ്ങളെ. അയ്യോ അതിനെ കൊന്നു. അയ്യോ അതാ വേറെ പാവാ പൂപ്പന്താടി. അപ്പൂപ്പന്റെ അത് ഓർത്തോ? അത് അപ്പൂപ്പന്റെ ആടിയാ പറഞ്ഞല്ലേ? അപ്പൂപ്പന്റെ അതാ ഞാൻ നിന്നോട് പറഞ്ഞത് നിൽക്കാനോ. കാണിച്ചത് പഴുത്തേതാന്ന് നോക്കട്ടെ. ആ അത് മുറിച്ച് നോക്കാം. ബാ ഇത് നാളെ. ആ നാളെ എടുക്കാം. അതല്ല കൊറേ നാളെടുക്കും അതൊക്കെ വൈകാൻ. അത് മുറിക്കും മുത്തേ, പഴുത്തത്. മുട്ടത്തോട് ഞാൻ അങ്ങ് കളയും, ഓർക്കത്തില്ല. ഇല്ലില്ല പണ്ടുണ്ടായിരുന്നല്ലോ ഇവിടെ കുറെ. അത് ഞാൻ എടുത്ത് കളഞ്ഞു. ഇത് കൈ വെച്ചിട്ടുണ്ട്, എടുക്കല്ലേ. എന്തോ വേണ്ട, ആ കൈയുടെ അകത്ത് കയറി. വേണ്ടില്ലേ അകത്ത് കയറി വേണ്ടി. എന്ത് നോക്കട്ടെ, കൈ കാണിച്ചേ. ശ്രദ്ധിച്ചെടുക്കണ്ടേ. കാണിച്ചേക്കളെ. വെയില് കൊള്ളാം, അതിങ്ങോട്ട് മാറി നിൽക്കും. അച്ചിരി വായത്തുള്ളൂ ഇത്. ഇത് മറ്റേ സ്പൂൺ ഇട്ട് തിന്നാൻ. ആ അരിയാൻ കള. സ്പൂൺ ഇട്ട് കോരി തിന്നു. അങ്ങനെ കൈയിട്ട് ഇളക്കല്ലോ. ഇതുകൊണ്ട് കുഴിഞ്ഞു പോകുന്നുണ്ടോ? ഇച്ചിരി കഴിച്ചിട്ട് ഇതാക്കളെ. എനിക്ക് വേണ്ട. എന്താടാ ബാ നമുക്ക് കഴിക്കാം. കുരു എടുത്ത് എറിയുവാ. ഇതിനകത്തുണ്ടോ? ഇതില്ല, വിളഞ്ഞില്ല. ഞാൻ ഇത് വെട്ടിക്കളയട്ടെ. ഏത് വേണ്ട വേണ്ട, ചെമ്പരത്തി കളയല്ലേ. ഞാൻ വീയാതിരിക്കാൻ അമ്മ പാട് വെട്ടി കളിപ്പിച്ചു. അത് തന്നെ. കളിക്കാനുള്ള ചെടിയല്ല. അതവിടെ നിക്കുന്നതിന് എന്തോ. അത് വെട്ടണമെങ്കിൽ തന്നെ ആ പിച്ചാത്തി കൊണ്ട് അത് വെട്ടുന്നത്. അതിന്റെ വാ പോവും. അയ്യോ ഇതൊക്കെ പണ്ണതായി. പന്നലല്ല, അത് പഴുത്തത്. വേണ്ട മോൻ തിന്നു. നല്ല മധുരമുണ്ട്, സൂപ്പർ മധുരവാ. എടാ മൊത്തം കഴിച്ചു നോക്ക്. അങ്ങോട്ട് കഴിച്ചു നോക്ക്, നല്ല മധുരമുണ്ട്. അമ്മ നല്ല മധുരം ഉണ്ടെന്ന് പറയാതെ. ആണോ? അതല്ല അല്ല, അത് മറ്റേ യൂട്യൂബർ. ഇത് നല്ല രുചിയുണ്ട്. രുചി പറഞ്ഞില്ല, സന്തോഷമുണ്ട്. രുചി പറഞ്ഞെങ്കിൽ അവരെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരുന്നേ. രുചി രുചി രുചി. മധുരമില്ലേ? എനിക്ക് ഓമയ്ക്ക് എങ്ങനെ തിന്നുന്ന ഇഷ്ടം. അവനെ അത് ഇട്ട് ഇളക്കിയതാ അങ്ങനെ, അതുകൊണ്ടാ ഇതായ. അമ്മ ആദ്യം എനിക്കിതാ. അമ്മ ആദ്യം എനിക്ക് തരുമോ? ഈ അമ്മ വലിയതെടുത്തോ എനിക്ക്. ഓ പിന്നെ ഞാൻ കുഞ്ഞുമാവേ വേണോടാ. വേണ്ട മുഖം കാണാം. രണ്ട് അപ്പൂപ്പന്താടി, രണ്ട് അപ്പൂപ്പന്താടി എടുക്കാം. ഒത്തിരി ഉണ്ട്. അമ്മക്ക് ഭയങ്കര പാടായിരിക്കും. അമ്മ എവിടെ വരണ്ടേ? മോനെ ഒന്ന് പ്രകാശിച്ചങ്ങനെ ഇവിടെ കൈ മൂടിക്കാണല്ലോ.
വെയില്. ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞെന്തോ ഇത് കണ്ടോ? എന്തോ ആ ഇതെല്ലാം വൃത്തിയാക്കും. ആരാ ആന്ന് അമ്മ അമ്മക്ക് 2 സ്പൂണല്ല ചൂലുണ്ടെന്ന് എല്ലാരും പറയാനുണ്ട്. ഇല്ല ഉണ്ട്. ഒന്നേ ഉള്ളു. അതൊന്ന് കുക്കു അപ്പുറത്തൊന്ന് എടുത്തോണ്ട് വന്നേ. അതെന്റെ എന്നിട്ട് വേണം ഞാൻ മയങ്ങാൻ. വേണ്ട, ഞാൻ മാസ്ക് വെച്ചോളാം. പോയി വെച്ചോണ്ടോ, ഇവിടെ നിൽക്കണ്ട. എന്നെ കൊള്ളാമോ? ബെന്നിനെടുത്ത് മാസ്കായിട്ട് വെച്ചേക്കുവാ. ചേട്ടനും അനിയനും. ഓനുക്കുട്ടന്റെ ബെന്നിന. ഒക്കെ വേണ്ടുന്നതാണോ? അവിടുന്ന് അതെല്ലാം കൂടെ എടുത്താ വലിയ പണിയാട്ടോ. എന്തോ അത് ത്തിന്റെ പഴയകാല പുസ്തകങ്ങള്. അത് മാസ്ക് ശരിക്കും തുണി ശരിക്കും വെക്ക്. അത് കാണിച്ചേ ആ ABCD പഠിച്ചത്. പൗച്ചും കിട്ടി എന്നിട്ട് അതിനകത്തുനിന്ന് കേട്ടോ. അത് മോനിക്കുട്ടന് വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുകിയെടുക്കാം. മണ്ടയില്ല എന്റെ ട്രോഫിയൊക്കെ കിടക്കുന്ന കിടപ്പ് കേട്ടോ. ഫ്ലാസ്കിന്റെയോ? ആ ഫ്ലാസ്കിന്റെ അത് കട്ടർ. അതുകൊണ്ട് ബ്രൗൺ പേപ്പർ ഒരു റോളുണ്ട്. അത് ക്രിസ്മസ് ട്രീയല്. ഇതിന്റെ ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്ന വേണ്ടി ബ്രൗൺ പേപ്പറാന്ന് നോക്ക്. ഓടാ, എന്റെ ഒന്നും അല്ലത്. പുതിയ പുസ്തകമില്ലേ കഴിഞ്ഞ വർഷത്തെ? ആ ഈ വർഷം ഇനി വേണ്ടല്ലോ. അത് പുതിയ പുസ്തകം കിട്ടിയല്ലോ. അത് 1ാം ക്ലാസ്സിലെയാ. അതാ പറഞ്ഞേ. വേറെ വള്ളി പഠിച്ചൂല. യൂണിഫോം ഷർട്ട് കളയാ. സൂക്ഷിച്ചു വെച്ചതല്ല. അതെന്തുവാടാ? NCCയുടെ ഡ്രസ്സാ. അതൊക്കെ അച്ചാച്ചന്റെയാ. പൊടിയാ പൊടിയാ. അയ്യോ, എല്ലാം ഒരുമാതിരി ഒതുക്കി പെറുക്കി വെച്ച് കേട്ടോ. അതേണ്ട നമ്മുടെ അരകല്ല് വിശ്രമിക്കുന്നത് ഇവിടാണേ. അരകല്ലിൽ അരയ്ക്കാൻ പ്രയാസമായതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കോ. ഇനി ചിലപ്പോഴൊക്കെ അരകല്ല് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാട്ടോ. അതുകൊണ്ട് നമ്മുടെ അമ്മിക്കല്ല്. ഒരു ചമ്മന്തിയൊക്കെ അരകല്ലിൽ അരച്ച് കഴിക്കണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. വേറെ ആക്രിയൊന്നുമില്ല. നമ്മുടെ തുണി വിരിക്കുന്ന സ്ഥലമാട്ടോ. തുണികളൊക്കെ അപ്പം അങ്ങ് മാറ്റാം. 10-12,000 രൂപ കൊടുത്ത് മേടിച്ച് മൂല കയറ്റി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ഇറങ്ങി വരുന്നത്. മാനുവലാട്ടോ, മാനുവൽ ത്രെഡ് മില്ലാണേ. ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച് വഴക്കുണ്ടാക്കി എന്നെ കൊണ്ട് മേടിപ്പിച്ചതാ. കണ്ടു. എന്നിട്ട് ഇവിടൊക്കെ ഞാൻ തൂത്തു. ബാക്കി മോനിക്കുട്ടൻ തൂക്കുവാട്ടോ. മൊത്തം കരിയിലൊന്നും പോയില്ല. കുറച്ച് ഞാനിവിടെ തൂത്തു കൂട്ടി. കത്തിക്കട്ടെ. അയ്യോ, ഇച്ചിരി കരിയില കൊണ്ടിടുന്ന ജോലിയല്ലയോ മക്കളെ? അമ്മ കുളിച്ചോളാം. അച്ചാച്ചന് ചായ ഇട്ട് കൊടുക്കട്ടെ. അച്ചാച്ചന് ട്യൂഷനുണ്ട്. എൻ്റെ വൃത്തിയാക്കി അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കേട്ടോ. മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് എടുക്കാനും ഇത് ചവിട്ടാനും ഒക്കെ അങ്ങ് മടിയായിരുന്നേ. ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എളുപ്പം വന്നങ്ങ് ചെയ്തോളുമല്ലോ. അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചു. പിന്നെ അപ്പം നമുക്ക് ഇവിടെ കണ്ട കുറച്ച് സ്പേസ് കൂടെ ആയി. കണ്ടോ, വാഷിംഗ് മെഷീൻ അപ്പുറത്ത്. അവിടെ ഒന്ന് വൃത്തിയാക്കണം. ഇനി
ഇവിടെ കുറെ എല്ലാം വാരി ഇട്ടേക്കുന്നതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഇനി. മുത്തിന് ട്യൂഷനുണ്ട് കേട്ടോ, ട്യൂഷന് പോവാൻ തുടങ്ങുക. അച്ഛാ എനിക്കില്ല വൈകിട്ട്, എനിക്ക് രാവിലെയാണ്. ഇനി ഞായറാഴ്ചയല്ലയോ അച്ചാച്ചന് എക്സ്ട്രാ ക്ലാസ്. ചായ ഇടാനേ പാലങ്ങോട്ട് വെച്ചു. ഞാന് ഒരു കോളിഫ്ലവർ മേടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസം ആയതാട്ടോ. അതിപ്പോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 കഷ്ണം മുത്ത് ട്യൂഷന് പോകാൻ തുടങ്ങും. അപ്പൊ ചായയുടെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചു ഉണ്ടാക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ജോലി കൊണ്ടൊന്നും നടന്നില്ല കേട്ടോ. ഇച്ചിരി അരിപ്പൊടിയും ഇച്ചിരി കോൺഫ്ലോറും ഒക്കെ ചേർത്താണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. കോൺഫ്ലോർ എടുക്കുവാണേ. ഒരു മിനിറ്റ്. അയ്യോ, കോൺഫ്ലോർ വെച്ചിട്ട് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടണേ. റെഡിയാക്കട്ടെ. കോളിഫ്ലവർ വറക്കാം. മുത്തിനുള്ളത് എളുപ്പം ഞാൻ വറക്കുക കേട്ടോ. മുത്ത് കുളിച്ചിട്ടൊക്കെ വന്നു, ട്യൂഷന് പോകാൻ പോവാ. അതുകൊണ്ട് ഞാൻ അവനുള്ളത് എളുപ്പം വറക്കുക. മോനുകുട്ടൻ അവിടെ മുറ്റം തൂപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിനി ഞാൻ ബാക്കി തൂത്തോളാം കുളിക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാർ ഇതുവരെ കേറിയിട്ടില്ല. ഇന്നത്തെ കാര്യം വീട്ടില് ചായ ഇട്ടു. കഴിക്കാൻ സമയമില്ല, 5 മണിയായി. പരവേഷം പിടിച്ച് കഴിക്കുക, ചായ കുടിക്കുക. വന്നിട്ട് സമാധാനത്തെ കഴിക്കാം കേട്ടോ. എന്റെ കാപ്പി സോസിനകത്ത് മുക്കി കഴിക്കാം. വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത് കേട്ടോ. മുത്തിന് പോകേണ്ടി ഞാൻ തിറുതി വെച്ച് ഉണ്ടാക്കിയതാണ്. കഴിക്കട്ടെ, ചായ കുടിക്കട്ടെ. നമ്മള് ഒരു സ്ഥലം വരെ പോവാട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേ യാദൃച്ഛികമായിട്ട് നമ്മള് പോവാൻ രാവിലെ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പോകണം എന്ന് വിചാരിച്ചല്ല കേട്ടോ. വേറെ ഒന്നുമല്ല, മലയാലപ്പുഴ അമ്പലത്തിൽ ഉത്സവം നടക്കുക കേട്ടോ. അപ്പൊ പൂക്കും ജാനിക്കുട്ടി അവരെല്ലാം പോകുന്നുണ്ട്. അപ്പൊ ഞാനും മോനുകുട്ടിനും കൂടി പോവാണേ. മുത്ത് ട്യൂഷന് പോയേക്കുവാണ്. 8 മണിക്ക് വരും. 8 മണിക്ക് വരും. നമ്മള് ആ സമയത്തിന് മുമ്പേ വരുമായിരിക്കും. അറിയത്തില്ല, അമ്പലത്തിൽ തിരക്കാണെന്ന് തോന്നുന്നു. അപ്പൊ പോയിട്ട് വരാട്ടോ. അല്ലെങ്കിൽ 9 മണിക്കോ 10 മണിക്കോ. ടാറ്റാ. നമ്മള് പോയിട്ട് വരാം. വിചാരിക്കാത്ത യാത്രയാണ് വൈകിട്ട്. നല്ല കാരണമാണ്. കാരണത്ത് മോതിരം വീണ ഇപ്പോഴും കണ്ടില്ലല്ലോ. നോക്കി എടുക്കണം. നമ്മൾ ഒരുങ്ങി റെഡിയായി കഥകൊക്കെ പൂട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവരിപ്പോ വരും. അവരുടെ കൂടെ നമ്മള് അവിടെ എത്തുകൂടെ പടക്കം പൊട്ടിക്കുന്നു. രാവിലെ നമ്മളോട് നമ്മളിങ്ങനെ പറഞ്ഞേ കുക്കു പറയുന്ന കേട്ടു. പക്ഷെ പോകണമെന്നോ ഒന്നും വിചാരിച്ചതല്ല കേട്ടോ. അപ്പൊ ഒന്ന് പോയിട്ട് വരാം അല്ലേ. അവിടുത്തെ പടക്കമെല്ലാം വീഡിയോക്കകത്ത് കാണിക്കും. സൗമ്യാന്റെ ശരിക്കും കാണാം നിങ്ങൾക്ക്. സൗമ്യാന്റെയാണ് മോനുകുട്ടന്റെ ജീവന്റെ ജീവൻ അല്ലേ. അതുകൊണ്ടാണ് എപ്പോഴും സൗമ്യാന്റിയുടെ കാര്യം പറയുന്നത് കേട്ടോ. എനിക്ക് സൗമ്യാന്റി വന്നില്ലായിരുന്നു എന്തൊരു നഷ്ടമായി പോയേനെ. ശരിയാ, അപ്പറേ പറഞ്ഞാല് വരണോന്ന്. അയ്യോ വരണോന്ന് പറഞ്ഞതാ. ശരിയാ, നിർബന്ധിച്ച്
നമ്മൾ ഉത്സവ സ്ഥലത്തെത്തി. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലാണ് ഉത്സവം. ഇവിടെ ഞാൻ ഉത്സവത്തിനൊന്നും അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ ഇത്തവണ വരാനൊരു നിയോഗം ഉണ്ടായിരുന്നിരിക്കും. അതാണ് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള അലങ്കാരങ്ങളും, അയ്യോ എന്തൊരു പ്രഭയാണെന്നറിയാമോ കണ്ടു കഴിഞ്ഞപ്പോഴേ, വേറെ ഏതോ ലോകത്തെത്തപ്പെട്ടതുപോലെ. സുന്ദരമായ കാഴ്ചകൾ കാണാൻ കണ്ണുകളും മധുരമൂറുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ ചെവികളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അതെല്ലാം അങ്ങോട്ട് അടച്ചു പൂട്ടി ബന്ധനത്തിലാക്കി വെച്ചിട്ട് വേണ്ടാത്ത കാഴ്ചകളിലേക്കും അരുതാത്ത ശബ്ദങ്ങളിലേക്കും ഒക്കെ മനസ്സ് പായിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെയുള്ള ബന്ധനങ്ങളിൽപ്പെട്ട് ജീവിതം മുഴുവനും എന്താ പറയുന്നത്, ദുരിതവും പ്രയാസവും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചില മനസ്സന്തോഷങ്ങൾ കണ്ടെത്തണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നെ പഠിപ്പിക്കുന്നത്. ഇതൊന്നും മാറ്റി വെച്ചിട്ട് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ജാതിയും മതമൊന്നും വേർതിരിച്ച് കണ്ട് ജീവിച്ച ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും വേർതിരിവോ ഒക്കെ കാണുന്നതിൽ എന്തെങ്കിലും അമർഷമോ ഒക്കെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ദയവായി ഇത് സ്കിപ്പ് ചെയ്യുക. ദയവ് ചെയ്ത് ജാതിയും മതവും വേർതിരിച്ച് പറയുകയും ചോദിക്കുകയും ചെയ്യരുത് കേട്ടോ. എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമുണ്ട്. എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ഒന്നുപോലെ കാണുന്ന വ്യക്തിയാണ് ഞാൻ. നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരാണിതെല്ലാം ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ സന്തോഷത്തിനും നിലനിൽപ്പിനും വേണ്ടി ഉണ്ടാക്കിയതാണ് ജാതിയും മതങ്ങളും ഒക്കെ. മനുഷ്യനായിരുന്നാൽ മാത്രമേ ഈ ലോകം നന്മയിലേക്ക് വളരൂ എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ മോനുകുട്ടന് ഒരു കുഞ്ഞി മോതിരം മേടിച്ചു, ജാനിക്കുട്ടിക്ക് ഒരു കൈച്ചെയിൻ മേടിച്ചു, എനിക്കൊരു കല്ലുമാല വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞോന് ഇതാ ഇങ്ങനെ ഒരു സാധനം മേടിച്ചു. നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാൻ ഇറങ്ങിയത് കേട്ടോ. വണ്ടി അവിടെ എവിടെയോ ആണ് പാർക്ക് ചെയ്തേക്കുന്നത്. സത്യത്തിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായേനെ. എന്തോരം ദീപാലങ്കാരങ്ങളാണ് എൻ്റെ പ്രിയങ്ങളെ. എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ 100 ഇരട്ടി ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയും എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി.
പോയി കണ്ടില്ലേ ടൗണിൽ ഒരു ലൈറ്റിന്റെ DJ നാളെ നാളെ ഉണ്ടോ? തിന്നെ ആരെയും തിന്നെ തിന്നത്തരാം. എത്ര കിലോമീറ്റർ ദൂരത്തോളം എന്താ ഇതുപോലുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓരോ കരക്കാരും മത്സരിച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാ ഇവിടെയൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.